2024 ഓഗസ്റ്റ് 9 വെള്ളി. ഇന്ന് 1199 കർക്കിടകം 25. വാർത്തകൾ വായിക്കുന്നത് ജി രവി. ഭൂഗോളമെങ്ങും ഇന്ത്യയുടെ ഗോൾവല കാത്ത കേരളശ്രീ. ഹോക്കി വെങ്കല മെഡൽ മത്സരത്തിൽ ഇന്ത്യ 2-1 സ്പെയിനിനെ തോൽപ്പിച്ചു. തുടരെ രണ്ടാം ഒളിമ്പിക്സിലും ഹോക്കി ടീമിന് വെങ്കല മെഡൽ. ഇരട്ട ഗോളുകളുമായി തിളങ്ങി ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ നേട്ടം 4 വെങ്കല മെഡലുകൾ. 100 വർഷം മുൻപ് ഒരു മലയാളിയുടെ പാദമുദ്ര ആദ്യമായി ഒളിമ്പിക്സിൽ പതിഞ്ഞ ഈവ് ദു മനുവ സ്റ്റേഡിയത്തിൽ ഇന്നലെ ഒരു മലയാളിയുടെ മുത്തം പതിഞ്ഞു. വെങ്കല മുദ്രയിൽ ചാലിച്ച മെഡൽ മുത്തം. കണ്ണൂരുകാരൻ CK ലക്ഷ്മണൻ 1924 ഒളിമ്പിക്സിൽ ട്രാക്കിലിറങ്ങിയ അതേ സ്റ്റേഡിയം ഒരു നൂറ്റാണ്ടിനിപ്പുറം ഹോക്കി സ്റ്റേഡിയമായി രൂപമാറിയപ്പോൾ രാജ്യത്തിൻ്റെ കാവൽക്കാരനും മലയാളത്തിൻ്റെ അഭിമാനവുമായ PR ശ്രീജേഷിൻ്റെ മെഡൽ നേട്ടത്തോടെയുള്ള വിടവാങ്ങൽ മത്സരത്തിനും സാക്ഷിയായി. പുരുഷ ഹോക്കിയിൽ സ്പെയിനെ 2-1 തോൽപ്പിച്ചാണ് ശ്രീജേഷ് ഗോൾ കീപ്പറായ ഇന്ത്യൻ ടീമിൻ്റെ വെങ്കല മെഡൽ നേട്ടം. തുടരെ രണ്ടാം ഒളിമ്പിക്സിലാണ് ഇന്ത്യയുടെ വെങ്കല മെഡൽ നേട്ടം. 2 വിജയങ്ങളിലും കാവലാളായി നിന്നത് കൊച്ചി കിഴക്കമ്പലം സ്വദേശിയായ ശ്രീജേഷ് തന്നെ. ഇടവേളയില്ലാതെ ഇന്ത്യൻ ആരാധകരുടെ ആരവം പശ്ചാത്തല സംഗീതമായി മുഴങ്ങിയ മത്സരത്തിൽ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ഇന്ത്യക്കായി ഇരട്ട ഗോളുകളുമായി തിളങ്ങി. ഈ ഒളിമ്പിക്സിൽ ഹർമൻപ്രീതിൻ്റെ ഗോൾ നേട്ടം ഇതോടെ 10ആയി. പിന്നാലെ ശ്രീജേഷിനെ തോളിലേറ്റി സഹതാരങ്ങളുടെ സ്റ്റേഡിയം പ്രദക്ഷിണം. 1.5 പതിറ്റാണ്ടായി ഇന്ത്യൻ ഹോക്കിയുടെ വലകാക്കുന്ന വിശ്വസ്തന് ടീം അംഗങ്ങളുടെ സല്യൂട്ട്. കാണികൾക്ക് അഭിവാദ്യമർപ്പിച്ച് സ്റ്റേഡിയം ചുറ്റി ശ്രീജേഷും. അങ്ങനെ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേട്ടത്തോടെ ശ്രീജേഷിൻ്റെ വീരോചിത വിരമിക്കൽ പ്രഖ്യാപിച്ച് വിനേഷ് ഫോഗട്ട്. ഒളിമ്പിക്സിലെ അയോഗ്യതയ്ക്ക് പിന്നാലെ ഇന്ത്യൻ വനിതാ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് വിരമിക്കൽ പ്രഖ്യാപിച്ചു. മത്സരത്തിന് മുൻപുള്ള ഭാരപരിശോധനയിൽ 100 ഗ്രാം അധികമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് 50 കിലോഗ്രാം വിഭാഗം ഫൈനലിന് തൊട്ടു മുൻപ് വിനേഷിന് അയോഗ്യത വന്നത്. മത്സരരംഗത്ത് തുടരാനുള്ള മാനസികമായ കരുത്ത് ഇനിയില്ലെന്ന് എക്സിലൂടെയുള്ള വിരമിക്കൽ കുറിപ്പിൽ 29-കാരി വിനേഷ് പറഞ്ഞു. ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കി. വയനാട് പ്രകൃതി ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കി. രക്ഷാപ്രവർത്തനവും പുനരധിവാസ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ആഘോഷങ്ങൾ വേണ്ടെന്ന് വെച്ചതെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് അറിയിച്ചു. തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷ പരിപാടികളടക്കം ടൂറിസം വകുപ്പിൻ്റെ ഓണാഘോഷ പരിപാടികളും റദ്ദാക്കിയിട്ടുണ്ട്. ചാമ്പ്യൻസ് ബോട്ട് ലീഗും ഇത്തവണ ഉണ്ടാകില്ല. മുണ്ടക്കയിലും ചൂരൽമലയിലും ഇന്ന് ജനകീയ തിരച്ചിൽ. പ്രധാനമന്ത്രി നാളെ വയനാട്ടിൽ. ദുരന്തബാധിതമായ വയനാട്, മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളിൽ ഇന്ന് ജനകീയ തിരച്ചിൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്നവരെ കൂടി ഉൾപ്പെടുത്തിയാകും തിരച്ചിൽ. വരും ദിവസങ്ങളിലും തിരച്ചിൽ തുടരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വയനാട് സന്ദർശിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വയനാട്ടിലേത് ദേശീയ ദുരന്തമായും അതിതീവ്ര ദുരന്തമായും പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ദുരന്ത തീവ്രത പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 9-അംഗ സമിതിയെ നിയമിച്ചിട്ടുണ്ട്. പുനരധിവാസത്തിനും ടൗൺഷിപ്പ് അടക്കമുള്ള പ്രവർത്തനങ്ങൾക്കും കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സഹായം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ. ദുരന്തബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാൻ ഒട്ടേറെ പേർ രംഗത്തു വന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാർ പൊതുനിലപാട് സ്വീകരിച്ച ശേഷം ഇവരുമായി ചർച്ച ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതുവരെ 225 മരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലഭിച്ച ശരീരഭാഗങ്ങളുടെ എണ്ണം മരിച്ചവരുടെ എണ്ണമായി പറയുന്നത് ശാസ്ത്രീയമായി ശരിയല്ല. കണ്ടെടുക്കുന്ന ശരീരഭാഗങ്ങൾ 90% അതിനു മുകളിലോ ഉണ്ടെങ്കിൽ അത് ഒരു മൃതദേഹമായി കണക്കാക്കുന്നതാണ് രീതി. DNA പരിശോധനാ ഫലം മുഴുവൻ വന്ന ശേഷം മാത്രമേ മൃതദേഹങ്ങളുടെ കൃത്യമായ എണ്ണം കണക്കാക്കാനാകൂ. മണിക്കൂറുകൾക്കുള്ളിൽ ഇനി ചെക്ക് മാർഗരേഖ ഉടൻ പ്രസിദ്ധീകരിക്കും. ബാങ്കുകളിൽ ചെക്ക് മാറിയെടുക്കാൻ ഇനി ദിവസങ്ങൾ കാത്തിരിക്കേണ്ട. മണിക്കൂറുകൾക്കുള്ളിൽ ചെക്ക് മാറി പണം ലഭിക്കുന്ന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചു. നിലവിൽ ചെക്ക് മാറി പണം ലഭിക്കാൻ കുറഞ്ഞത് 2 ദിവസമെടുക്കാറുണ്ട്. ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം വഴിയാണ് നിലവിൽ ഭൂരിഭാഗം ബാങ്ക് ശാഖകളും ചെക്ക് ക്ലിയറിംഗ് നടത്തുന്നത്. ഒരു ദിവസം ലഭിക്കുന്ന ചെക്കുകൾ ഒരുമിച്ച് നിശ്ചിത സമയത്ത് സ്കാൻ ചെയ്ത് അയക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് പകരം ബാങ്കിൽ ചെക്ക് ലഭിക്കുമ്പോൾ തന്നെ സ്കാൻ ചെയ്ത് അയക്കുന്നതാണ് പുതിയ രീതി. ഇതിനായി ബാങ്കുകൾക്കുള്ള മാർഗരേഖ RBI ഉടൻ പ്രസിദ്ധീകരിക്കും.
വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ വായ്പ ഒഴിവാക്കിയേക്കും. വായ്പ എഴുതി തള്ളണമെന്നാവശ്യപ്പെട്ട് ബാങ്കുകൾക്ക് സർക്കാർ കത്തെഴുതും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവരുടെ സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാൻ സർക്കാർ ആലോചന. ഇവരുടെ വായ്പകൾ എഴുതി തള്ളണമെന്നാവശ്യപ്പെട്ട് ബാങ്കുകൾക്കും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കും സർക്കാർ കത്തെഴുതും. മൊറട്ടോറിയം അനുവദിക്കാനും ആവശ്യപ്പെടും. ഒട്ടേറെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ട് ക്യാമ്പിൽ കഴിയുന്നവരെ അടക്കം ബുദ്ധിമുട്ടിക്കുന്നതായി പരാതിയുണ്ട്. പരാതി ലഭിച്ചാൽ ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കും. വയനാട് പുനരധിവാസ പാക്കേജിനൊപ്പം നഷ്ടപരിഹാര തുകയും വായ്പകൾ എഴുതിത്തള്ളുന്ന കാര്യവും പ്രഖ്യാപിക്കാനാണ് ആലോചന. ദുരന്തബാധിതരുടെ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് ഇന്നലത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തു. ധനകാര്യ സ്ഥാപനങ്ങളുടെ മാനേജ്മെൻറ്റുമായി സർക്കാർ പ്രതിനിധികൾ ചർച്ച നടത്തും. തുടർന്നും തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടാലാണ് നടപടിയെടുക്കുക. ഗാസ തകർന്നടിഞ്ഞ പട്ടണങ്ങളിൽ വീണ്ടും ആക്രമണം. 6 നയതന്ത്രജ്ഞരുടെ അംഗീകാരം റദ്ദാക്കി. ഇസ്രായേൽ റദ്ദാക്കിയത് നോർവീജിയൻ നയതന്ത്രജ്ഞന്മാരുടെ അംഗീകാരം. പാലസ്തീനിൽ പ്രവർത്തിക്കുന്ന 8 നോർവീജിയൻ നയതന്ത്രജ്ഞരുടെ നയതന്ത്ര അംഗീകാരം ഇസ്രായേൽ റദ്ദാക്കി. പലസ്തീന് രാഷ്ട്രപദവി അംഗീകരിച്ചതിലൂടെ നോർവേ സ്വീകരിച്ച ഇസ്രായേൽ വിരുദ്ധ നയങ്ങളാണ് കാരണമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. നോർവേ അംബാസഡറെ വിളിച്ചു വരുത്തിയാണ് ടെൽ അവീവിലുള്ള 8 പേരുടെ നയതന്ത്ര പദവി 7 ദിവസത്തിനകം റദ്ദാകുമെന്ന് അറിയിച്ചത്. 3 മാസത്തിനകം വിസയും റദ്ദാക്കും. 1995 മുതൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ പ്രവർത്തിക്കുന്ന ഓഫീസ് ഇതോടെ അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് നോർവേ വിദേശകാര്യ മന്ത്രാലയം സൂചിപ്പിച്ചു. മെയ്യിലാണ് അയർലൻഡ്, സ്പെയിൻ എന്നീ രാജ്യങ്ങൾക്കൊപ്പം നോർവേയും പാലസ്തീൻ്റെ രാഷ്ട്രപദവി അംഗീകരിച്ചത്. അതിനിടെ തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസ് മേഖലയിൽ നിന്ന് പലസ്തീൻകാരുടെ ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടു. സൈന്യം പിൻവാങ്ങിയതിന് പിന്നാലെ ഈ മേഖലയിൽ നിന്ന് റോക്കറ്റ് ആക്രമണം ഉണ്ടായതിനാലാണ് വീണ്ടും ആക്രമണത്തിന് നീക്കം. 10 മാസം പിന്നിടുന്ന ഗാസ യുദ്ധത്തിൽ ഹമാസിനെ തുടച്ചു നീക്കിയെന്ന് അവകാശപ്പെട്ടിരുന്ന പല പ്രദേശങ്ങളിലേക്കും സൈനിക ടാങ്കുകൾ മടങ്ങിയെത്തുകയാണ്. ഗാസ സിറ്റിയിൽ അഭയകേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന 2 സ്കൂളുകളിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ 15 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 30 പേർക്ക് പരിക്കേറ്റു. ഇവിടെ ഹമാസ് കമാൻഡ് സെൻറ്റർ പ്രവർത്തിച്ചിരുന്നതായി ഇസ്രായേൽ ആരോപിച്ചു. മധ്യ ഗാസയിലെ അൽ ബുറേജ് അഭയാർത്ഥി ക്യാമ്പിലെ ബോംബാക്രമണത്തിൽ 15 പേരും കൊല്ലപ്പെട്ടു. ഇതടക്കം 24 മണിക്കൂറിനിടെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 56ആയി വർദ്ധിച്ചു. US ആസ്ഥാനമായ ജീവകാരുണ്യ സംഘടനയായ വേൾഡ് സെൻട്രൽ കിച്ചൺ ജീവനക്കാരൻ മധ്യ ഗാസയിലെ ദൈറൽ ബലാഹിൽ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ഏപ്രിലിൽ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ WCKയുടെ 7 ജീവനക്കാരാണ് കൊല്ലപ്പെട്ടത്. ഇതുവരെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ 39,699 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 91,722 പേർക്ക് പരിക്കേറ്റു. ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിൽ 2 വിദ്യാർത്ഥി നേതാക്കളും മുഹമ്മദ് യൂനുസിൻ്റെ ഇടക്കാല സർക്കാർ സ്ഥാനമേറ്റു. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിൻ്റെ തലവനായി നൊബേൽ ജേതാവായ മുഹമ്മദ് യൂനുസ് സത്യപ്രതിജ്ഞ ചെയ്തു. പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദിൻ്റെ ഔദ്യോഗിക വസതിയിലായിരുന്നു ചടങ്ങ്. ഷെയ്ഖ് ഹസീന വിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി മുന്നണി നേതാക്കളായ നഹീദ് ഇസ്ലാം, ആസിഫ് മുഹമ്മൂദ് എന്നിവരടക്കം 14 അംഗ ഉപദേശക സമിതിക്കാണ് യൂനുസ് നേതൃത്വം നൽകുക. പാരീസിൽ നിന്ന് ഇന്നലെ രാവിലെ ധാക്കയിൽ വിമാനമിറങ്ങിയ യൂനുസിനെ സ്വീകരിക്കാൻ മുതിർന്ന സൈനിക ഓഫീസർമാരും വിദ്യാർത്ഥി നേതാക്കളും എത്തിയിരുന്നു. വിദ്യാർത്ഥികൾ രാജ്യത്തെ രക്ഷിച്ചു. ഈ സ്വാതന്ത്ര്യം നാം സംരക്ഷിക്കും. വിദ്യാർത്ഥികൾ കാണിക്കുന്ന വഴിയിൽ നാം മുന്നേറും, യൂനുസ് പറഞ്ഞു. ഇടക്കാല സർക്കാരിൽ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിന് പ്രാതിനിധ്യമില്ല. ഷെയ്ഖ് ഹസീന രാജിവെച്ചതിനു ശേഷം തിങ്കളാഴ്ച മുതൽ രാജ്യവ്യാപകമായി നടന്ന ആക്രമണത്തിൽ ഇതിനകം 232 പേർ കൊല്ലപ്പെട്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതിനു പുറമെ ജൂലൈ പകുതിയോടെ ആരംഭിച്ച സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ 328 പേർ കൊല്ലപ്പെട്ടു. ഗാസിപ്പൂരിൽ കാശിംപൂർ അതീവ സുരക്ഷാ ജയിലിൽ നിന്ന് 209 തടവുകാർ കടന്നുകളഞ്ഞു. ഇവരെ തടയാൻ ജയിൽ ഗാർഡുമാർ നടത്തിയ വെടിവയ്പിൽ 6 തടവുകാർ കൊല്ലപ്പെട്ടു. അതേസമയം പ്രക്ഷോഭത്തിനിടെ സ്റ്റേഷനുകൾ ഉപേക്ഷിച്ചു പോയ പോലീസുകാർ തിരികെ ജോലിയിൽ പ്രവേശിച്ചു തുടങ്ങി. രാജ്യം വിടാൻ ശ്രമിച്ച അവാമി ലീഗിൻ്റെ 2 നേതാക്കൾ ഇന്നലെ അറസ്റ്റിലായി. ബംഗ്ലാദേശിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടാലുടൻ ഷെയ്ഖ് ഹസീന തിരിച്ചെത്തുമെന്ന് മകൻ സജീബ് വാസീദ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. രാജ്യത്തെ സംഘർഷം പാകിസ്ഥാൻ ചാരസംഘടനയായ ISI ആളിക്കത്തിക്കുകയാണെന്നും സജീബ് ആരോപിച്ചു. അതിഥികളെ സ്വീകരിക്കാൻ കുഞ്ഞുങ്ങളുടെ പുഞ്ചിരി. തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിപാടികളിലെ അതിഥികൾക്ക് കിട്ടുന്ന സമ്മാനങ്ങളിൽ ഇനി മുതൽ ഒരു കുഞ്ഞു പുഞ്ചിരിയുണ്ടാകും. ബഡ്സ് സ്കൂളിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടേതാണ് ആ ചിരി.
അതിഥികളെ വരവേൽക്കാൻ പ്ലാസ്റ്റിക് പൂക്കളും ബൊക്കകളും വേണ്ട. ബഡ്സ് സ്കൂൾ ഉൽപ്പന്നങ്ങളോ പുസ്തകങ്ങളോ മതിയെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉത്തരവിട്ടു. പഞ്ചായത്തുകളും നഗരസഭകളും നടത്തുന്ന പരിപാടികളിൽ ഹരിതചട്ടം കർശനമായി പാലിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഉത്തരവ്. വിത്തുപേനയോ കടലാസ് പൂക്കളോ കുഞ്ഞു കരങ്ങൾ വരച്ച ചിത്രങ്ങളോ മതി. പ്ലാസ്റ്റിക് ചേർന്നതോ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞതോ ആയ പൂക്കൾ, ബൊക്കകൾ എന്നിവ കർശനമായി വിലക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഭിന്നശേഷിക്കാരെ പരിചരണത്തിലൂടെയും പരിശീലനത്തിലൂടെയും ബൗദ്ധികമായി പൊതുസമൂഹത്തിൻ്റെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ, സാമൂഹിക നീതി വകുപ്പ്, കുടുംബശ്രീ എന്നിവയുടെ നേതൃത്വത്തിൽ ബഡ്സ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. ശുഭദിനം. നന്ദി.